നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് കടച്ചക്ക മസാലക്കറി. കടച്ചക്ക, ശീമച്ചക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ശീമച്ചക്ക, കടച്ചക്ക എന്നൊക്കെ പറയുന്ന ചക്കയാണ്. നമ്മ കാസർഗോട്ടുകാർ ഇതിനെ ബ്രാത്തിച്ചക്ക എന്ന് പറയും. ഇതുകൊണ്ട് ഞാനിപ്പോൾ മസാലക്കറി ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞ് മുറിച്ചെടുക്കണം. ഞാനിപ്പം ഇതിൻ്റെ പകുതി മാത്രമേ വെക്കുന്നുള്ളൂ. പകുതി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം. ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് മുറിച്ചെടുക്കാം. ഇതിനെ ഇങ്ങനെ മുറിക്കാം. ഇനി ഇങ്ങനെ മുറിക്കാം. ഇതിൻ്റെ ഈ ഭാഗം കളയാം. ഇതിനി ഇങ്ങനെ മുറിക്കാം. ചക്ക എല്ലാം മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മുറിച്ചതിന് ശേഷം വേവിക്കാൻ കുറച്ച് സമയം എടുക്കുന്നെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കളർ മാറും. ഇനി കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി തേങ്ങ വറുത്തെടുക്കണം. അതിന് അടുപ്പത്ത് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി മുറി തേങ്ങ ചിരകിയത്, ഒരു 5 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. തേങ്ങ ഏകദേശം അരക്കപ്പ് ഉണ്ടാവും. ഒരു ഇടത്തരം വലിപ്പമുള്ള തേങ്ങേൻ്റെ ഒരു മുറിൻ്റെ പകുതി. ഇതിനി ബ്രൗൺ നിറാവുന്നത് വരെ ഇളക്കി ഫ്രൈ ചെയ്യാം. തേങ്ങ നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ പിരിയൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിരിയൽ മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി എടുക്കാം. 1.5 മുതൽ 2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം. ഇതിനി ഇളക്കി ചൂടാക്കാം. തീ കുറച്ച് വെക്കുമ്പം കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തതിന് ശേഷം വീണ്ടും തീ ഓൺ ചെയ്ത് ചൂടാക്കിയെടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും നല്ല മൂത്ത മണം വരുമ്പം തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കുന്നത്. ഇതിന് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ബ്രാത്തിച്ചക്ക മുറിച്ചത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ചട്ടിയിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ ഒരു പകുതി സവാള മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് മുറിച്ചത്, ഇതെല്ലാം കൂടി ഇടാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി തേങ്ങ വറുക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇതിങ്ങനെ വേവിക്കുന്നതിന് പകരം വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയിലിട്ട് വഴറ്റിയിട്ട് ഉണ്ടാക്കാം. ചക്ക വേവുന്ന സമയം നേരത്തെ വറുത്ത് വെച്ചത് അരച്ചെടുക്കാം. അതിന് ഇതൊരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. തേങ്ങ വറുക്കുമ്പം ഉള്ളിയും കൂടെ ചേർത്ത് വറുത്തുകൊണ്ട് അരക്കുമ്പോൾ കട്ടിയാവും, അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ല. തേങ്ങ വറുത്തത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വേവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇതിലേക്ക് ഈ അരച്ചെടുത്തത് ചേർക്കാം.
ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളവും പിന്നെ ഗ്രേവിക്ക് വേണ്ടുന്ന വേറെ കുറച്ച് വെള്ളവും ചേർക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കുക. ചാറിന് എത്ര കട്ടി വേണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് തീ കുറച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ അടച്ച് വെച്ച് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാത്തിച്ചക്ക മസാലക്കറി റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി കടുക് താളിക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർക്കാം. ഈ കടുക് വറുക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ 1 സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് വെക്കാം. കടുക് താളിച്ചിട്ടാൽ അതിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ശേഷം തുറന്നെടുത്ത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാത്തിച്ചക്ക മസാലക്കറി റെഡിയാണ്. ഇതിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മൾ നീർദോശൻ്റെ കൂടെയെല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ മേലെ ഒരു കറിവേപ്പില വെച്ച് അലങ്കരിക്കുക. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.